ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്കൊരു ഈ കാശ്മീര ശൈവ സമ്പ്രദായത്തെക്കുറിച്ച് പറയുമ്പം അവിടെ എങ്ങനെയാണ് ഡിവിഷണലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഗൗഡതന്ത്രം അല്ലെങ്കിൽ വംഗതന്ത്രം, വംഗദേശത്തിനുണ്ടായിട്ടുള്ള തന്ത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവരെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. കേരളതന്ത്രം ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ആചാരങ്ങളാണ്. അപ്പം കേരള ദേശത്തിലെ തന്ത്രത്തെക്കുറിച്ച് പറയുമ്പം കേരള ദേശത്തിൽ എങ്ങനെയാണ് തന്ത്രം പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെയുള്ളത് നമുക്ക് അതാത് ദേശത്തിൻ്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് പറയാം. പക്ഷെ ഇപ്പം ഇതിനെ ലഘൂകരിച്ചിട്ട് ഈ റൈറ്റ് ഹാൻഡ് താന്ത്രിസം, ലെഫ്റ്റ് ഹാൻഡ് താന്ത്രിസം എന്ന് പറഞ്ഞിട്ട് ഒരു കൾട്ടായിട്ട് ഇതിനെ മാറ്റിയിട്ട് ഇതിൻ്റെ താഴെ റൈറ്റ് ഹാൻഡ് പാത്തിൻ്റെ താഴെ സമയാചാര ക്രമത്തിലുള്ളതും അല്ലെങ്കിൽ ദക്ഷിണാചാര ക്രമത്തിലുള്ള അല്ലെങ്കിൽ അനുത്തമത്തിൽ വരുന്നത് അല്ലെങ്കിൽ അവധൂതത്തിൽ വരുന്നതായിട്ടുള്ള സർവ്വ കാര്യങ്ങളും റൈറ്റ് ഹാൻഡ് പാത്തിലേക്കും, ലെഫ്റ്റ് ഹാൻഡ് പാത്തിൽ വാമകേശം, ദിഗംബരം, വാമാചാരം തുടങ്ങിയിട്ടുള്ള ആയിട്ട് ബന്ധപ്പെടുന്ന വീരാരാധന സാധനങ്ങളെ എല്ലാം ബന്ധപ്പെട്ടിട്ട് വൈദിക ഗന്ധത്തെ ഒട്ടും സഹിക്കാൻ വയ്യാത്ത തന്ത്രവിഭാഗങ്ങളെയെല്ലാം ലെഫ്റ്റ് ഹാൻഡ് പാത്തിലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് മോഡേൺ സ്കോളേഴ്സാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. പക്ഷേ അല്ലാതെ ഇതിൻ്റെ മിശ്രങ്ങളായിട്ടും ഇവരങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് കൂട്ടിക്കലർന്നിട്ട് ഓരോ ദേശത്തിൻ്റെ ആചാര രീതികൾക്കനുസരിച്ച് വളരെ വിശദമായിട്ടൊരു പഠനം തന്നെ ഇതിന് ഇനിയും നടക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്കോളേഴ്സിൻ്റെയും പല ഇൻഡോളജിസ്റ്റുകളുടെയും തന്ത്ര റിലേറ്റഡ് ആയിട്ടുള്ള പഠനങ്ങൾ നമ്മൾ നോക്കുമ്പം അവർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് ഇനിയും ഓരോ ദേശത്തിൻ്റെയും എടുത്ത് ചെല്ലുമ്പം, ഓരോ ദേശത്തിൻ്റെ രീതികൾ ചെല്ലുമ്പോൾ ഈ തന്ത്രശാസ്ത്രം തത്വബോധത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ദേശത്തിൻ്റെ കൾട്ടുമായിട്ട് ചേർന്ന് ആചാര്യന്മാർ ഓരോ കാലയളവിൽ വരുന്നതിനനുസരിച്ച് പല സമ്പ്രദായങ്ങൾ ഉണ്ടാകും. ഈ സമ്പ്രദായത്തെ പൂർണ്ണമായും കണ്ടുപിടിച്ച് നമ്മൾ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ പാടാണ്. അത് ഒരുപാട് കളക്റ്റീവായിട്ടുള്ള നോളജായിട്ട് വരണം. ഒരുപാട് പേരുടെ പഠനം അതിനകത്ത് ഇനിയും വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്.